ഇന്ന് ഞാനിവിടെ കുറച്ച് മീൻ വാങ്ങിച്ചു അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കണ്ടേ നല്ലൊരു മസാല തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ മസാല എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഞാൻ തിലോപ്പിയ വാങ്ങിച്ചു, 2 കിലോയുടെ തിലോപ്പിയാണിത്. അപ്പം ഇത് ഞാൻ മസാല അരച്ചൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ എരിവെള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് തന്നെ മഞ്ഞൾപ്പൊടി എടുത്തു. പിന്നെ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ കുരുമുളകിന് വളരെ ഷോർട്ടേജ്, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് കുരുമുളക് കാശ് കൊടുത്തു വലിയ വിലയാണ്, അതുകൊണ്ട് കുറച്ച് മാത്രം. പിന്നെ അതോടൊപ്പം തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഒക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് വെളിച്ചെണ്ണ എൻ്റെ കയ്യിലില്ലായിരുന്നു. വെളിച്ചെണ്ണ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഈ അരപ്പിലേക്ക് ചേർത്തേനായിരുന്നു. വെളിച്ചെണ്ണ ഇല്ലാഞ്ഞതുകൊണ്ട് വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല. നിങ്ങൾ ചേർക്കുമ്പം വെളിച്ചെണ്ണ കൂടി ചേർത്താൽ മുടിഞ്ഞ ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ അരച്ചെടുക്കുമ്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഫ്രൈ ചെയ്യുക, അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരപ്പിട്ട് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കണം. ഇത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. ഈ തിലോപ്പിയ മീനിനകത്ത് നല്ല മുള്ളുണ്ട്. അപ്പം ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം, കുറച്ച് സമയമെടുക്കും. ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ എല്ലാത്തിനകത്തും മസാല പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. അപ്പോൾ എൻ്റെ ഇതുപോലെ ചെറിയ ചെറിയ ഇവിടുത്തെ വിശേഷങ്ങളും കുക്കിംഗ് വീഡിയോയ്ക്കുമായിട്ടാണ് എൻ്റെ ചാനലിൽ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. അങ്ങനെ ഞാൻ മീനൊന്ന് മസാല തേച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വെച്ചു. അതിന് ശേഷം ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം, പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ മസാല ചേർക്കുന്ന രീതി ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ അരച്ചാണ് എപ്പോഴും മീൻ കറി വെച്ചാലും ഞാൻ മുളകും മല്ലിയൊക്കെ ചൂടാക്കി അത് അരച്ച് ചേർക്കുമ്പോഴാണ് എനിക്കൊരു ടേസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പം ഞാൻ മീൻ വറുക്കാൻ നേരത്തെ ഇതുപോലെ തന്നെ മസാല അരച്ച് ചേർക്കും. പിന്നെ ഒരു കുഴപ്പം മാത്രമേ വെളിച്ചെണ്ണ മാത്രമേ ഇല്ലായിരുന്നു എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ വീഡിയോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ വിശേഷങ്ങളും പിന്നെ എൻ്റെ ചെറിയ ചെറിയ ഇതുപോലെ കുക്കിംഗ് വീഡിയോ ഒക്കെയുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഈ നോൺ സ്റ്റിക്ക് പാത്രമൊന്നുമല്ല കേട്ടോ, ഇത് സ്റ്റീലിൻ്റെ ആയതുകൊണ്ടായിരിക്കാം കുറച്ചൊന്ന് ഇളകിപ്പോയി. സാരമില്ലെങ്കിൽ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടത്. അപ്പം ഇനി ഇതുപോലുള്ള ചെറിയ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.